നമസ്കാരം. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ കസേരയെ ചൊല്ലിയുള്ള തർക്കങ്ങളും രൂക്ഷമാകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചു മുടിച്ച 2 പിണറായി സർക്കാരുകളുടെയും ദുഷ്പ്രവൃത്തികൾ കാരണം ഇക്കുറി തങ്ങൾക്ക് ഭരണം ലഭിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായ സാഹചര്യത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും മുറുകുകയാണ്. ഓരോ നേതാക്കളുടെയും അനുയായികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ തങ്ങളുടെ നേതാവാണ് മുഖ്യമന്ത്രി ആകേണ്ടത്, അതിനാണ് യോഗ്യൻ എന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. കേരളത്തിൽ പ്രധാനമായി ഇപ്പോൾ മുഖ്യമന്ത്രി ആകാൻ പരിഗണിക്കുന്ന പേരുകൾ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ എന്നിവരെയാണ്. ഇതിൽ ഓരോ നേതാക്കളുടെയും അനുയായികളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ നേതാവാണ് ഏറ്റവും യോഗ്യൻ എന്ന രീതിയിൽ പ്രചരണം നടത്തുന്നത്. ചിലരാകട്ടെ ഒരു നേതാവിൻ്റെ അനുയായികളിടുന്ന പോസ്റ്റുകൾക്ക് മറുപടിയായി, അതിന് ബദലായി ആ നേതാവിനെ കളിയാക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളും ഇടുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മുൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ കഴിഞ്ഞ ദിവസം ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് ഇട്ടത്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ, കേരള സംസ്ഥാനത്ത് നയിക്കാൻ ഏറ്റവും യോഗ്യനായ നേതാവ് KC വേണുഗോപാലാണ് എന്നായിരുന്നു. ഇതേ തുടർന്ന് മറ്റു നേതാക്കളുടെ അനുയായികൾ K. സുധാകരൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് നിരന്തരമായി വിമർശനം ഉന്നയിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇടുകയും പിന്നീട് ആ കമൻറ്റുകളൊക്കെ തന്നെ വളരെ രൂക്ഷമായ ഭാഷയിലേക്ക് മാറിയ സന്ദർഭത്തിൽ കമൻറ്റ് ബോക്സ് പൂട്ടുകയും ചെയ്ത അവസ്ഥ വരെ എത്തി. മാത്രമല്ല, ഇന്നിപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്നത് തിരഞ്ഞെടുപ്പ് ഫലം വരട്ടെ എന്നിട്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാമെന്നാണ്. അതാണ് ചെയ്യേണ്ടത്. സാധാരണഗതിയിൽ നേരത്തെ കേരളത്തിൽ AK ആൻ്റണിയും K. കരുണാകരനും ഉമ്മൻചാണ്ടിയും ഒക്കെ തലമുതിർന്ന നേതാക്കന്മാരായി കേരളത്തിലുണ്ടായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ മന്ത്രിസഭ വന്നാൽ അവർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. അത് AK ആൻ്റണിയോ ഉമ്മൻചാണ്ടിയോ K. കരുണാകരനോ ഒക്കെ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അങ്ങനെ അല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ കേരളത്തിലെ നിലവിലെ 3 പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യരാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ KC വേണുഗോപാൽ കുറി നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നില്ല എന്നുള്ളതാണ് പലരും വിമർശനം ബുദ്ധിയായി ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് അദ്ദേഹം ആലപ്പുഴയിലെ ഇപ്പോൾ MP ആണ്. ആ സ്ഥാനം രാജിവെച്ചാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. പിന്നെ മറ്റേതെങ്കിലും ഒരു സീറ്റ് രാജിവെച്ച് നിയമസഭയിലേക്ക് അദ്ദേഹം മത്സരിച്ച് ജയിക്കേണ്ടതുകൊണ്ട് 6 മാസത്തിനകം. രമേശ് ചെന്നിത്തല ആകട്ടെ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ തവണ പ്രതിപക്ഷ നേതാവായിരുന്നതാണ്. കഴിഞ്ഞ തവണ ഒരുപക്ഷെ മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അതിൽ UDF നയിക്കുക രമേശ് ചെന്നിത്തല ആയിരുന്നിരിക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്നത്. അതേസമയം വി.ഡി. സതീശൻ്റെ അനുയായികൾ പറയുന്നത് തങ്ങളുടെ നേതാവാണ് കഴിഞ്ഞ 5 വർഷം ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഉറങ്ങിക്കിടന്ന പാർട്ടിയെ അതിശക്തമായ തോതിൽ ഉണർത്തി മുന്നിലേക്ക് കൊണ്ടുവന്നത് എന്നാണ്. ഇവരെല്ലാവരും തന്നെ യോഗ്യരാണ് എന്ന് വരുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡും തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള കാര്യം ഉറപ്പാണ്. KPCC മുൻ അധ്യക്ഷൻ K. മുരളീധരനും ഇന്ന് ഈ നടക്കുന്ന ചക്കളത്തി പോരാട്ടത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അങ്ങനെ ആരും സിംഗിൾ ഡാൻസ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ്. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഒപ്പം MLA-മാരുടെ എണ്ണം കൂടി കണക്കാക്കി അവരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്താണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, UDF പകരം വീണ്ടും LDF ആണ് 3-ാം ഊഴം വരുന്നത് എങ്കിൽ അങ്ങനെ ഉള്ള സാധ്യത തീരെ കുറവാണ്. അങ്ങനെ ഒരു സാധ്യത പക്ഷേ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. 1% സാധ്യത അതിനിപ്പോഴുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കോൺഗ്രസ്സിന് എത്രത്തോളം മാനക്കേടുണ്ടാക്കും എന്നാണ് ഇപ്പോഴും പലരും ചോദിക്കുന്നത്. ഈ അധികാരം കിട്ടുന്നതിന് മുമ്പ് തന്നെ അധികാരത്തിന് വേണ്ടി, പദവികൾക്ക് വേണ്ടി ഇങ്ങനെ നേതാക്കന്മാർ തമ്മിൽ തല്ല് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇനി അധികാരത്തിലെത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നാണ് പലരും ചോദിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് ഒരുപാട് മാറിക്കഴിഞ്ഞു എന്നായിരുന്നു കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം തന്നെ അഭിപ്രായപ്പെട്ടു. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വലിയ തോതിലുള്ള വിമതശല്യമോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ ഭംഗിയായി തിരഞ്ഞെടുപ്പ് നടത്താൻ അവർക്ക് സാധിച്ചു. പക്ഷേ അതിനുശേഷം അടുത്ത മാസം 4-ാം തീയതി തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെയെങ്കിലും ഈ നേതാക്കന്മാർ തങ്ങളുടെ അനുയായികളെ ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഈ മുഖ്യമന്ത്രി തീരുമാനിക്കൽ പരിപാടി നിർത്താൻ ആവശ്യപ്പെടുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോൺഗ്രസിനെ വീണ്ടും കളിയാക്കാനുള്ള ഒരു ആയുധം അവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ അവർ വീണ്ടും കോൺഗ്രസ് അധികാരത്തിലെത്തണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ച് വോട്ട് ചെയ്ത സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരെയും പ്രാദേശിക നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നിഷ്പക്ഷരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്നെ അവരെ കളിയാക്കുന്ന തരത്തിലാണ് ഈ നേതാക്കന്മാർക്ക് വേണ്ടി അനുയായികൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്ന് തന്നെ വേണം കരുതാൻ. ഇതിന് നേതാക്കന്മാരുടെ പൂർണ്ണമായ അനുമതി ഉണ്ടോ എന്ന കാര്യം പോലും ഇനിയും വ്യക്തമല്ല. ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ കർശന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിരുന്നെങ്കിൽ, അതായത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നവരെയെങ്കിലും നേതാക്കന്മാരൊന്ന് അടങ്ങിയിരുന്നുവെങ്കിൽ പിന്നീട്
മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അത് കോൺഗ്രസ്സിലുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ് എന്ന രീതിയിലേക്ക് മാറും. അതല്ലെങ്കിൽ അധികാരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ തമ്മിലടിക്കുന്നവർ ഇനി 5 വർഷം എങ്ങനെയായിരിക്കും ഭരിക്കുക എന്ന് ഇവർക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ.